السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി സംവിധാനിച്ചിരുന്ന ഖൈമയിൽ നിന്ന് സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ ബലിസ്സാഅത്തു മൗഇദുഹും വസ്സാഅത്തു അദ്ഹാ വഅമർ എന്ന ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ആ ഖൈമയിൽ നിന്ന് പുറത്തു വന്ന് യുദ്ധത്തിന് ബഹുമാനപ്പെട്ട സഹാബത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുടെ അണികൾ ശരിയാക്കി അവർ ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് ക്ഷമയോടുകൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ക്രമീകരിച്ചു. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞുവല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ശത്രു സൈന്യത്തെ കാണുമ്പോൾ ഉറച്ചു നിൽക്കണം, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ദിക്ർ ചൊല്ലുകയും വേണം, നിങ്ങൾ വിജയിക്കുന്നവരാവാൻ. ഈ പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം സൂറത്തുൽ അംഫാലിന്റെ 45-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ സഹായത്തിനാവശ്യമായിട്ടുള്ള മലക്കുകളെ അല്ലാഹു തആല നിർദ്ദേശിച്ച മലക്കുകളെ നിയോഗിക്കുകയും ചെയ്തു. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞുവല്ലോ, സൂറത്തുൽ അംഫാലിന്റെ 9-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാമല്ലോ, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടി അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അങ്ങനെ 1000 മലക്കുകളെ, തുടരെ ഇറങ്ങി വരുന്ന 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ നാം സഹായിക്കുന്നുവെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ആല ഇംറാനിൽ കൃത്യമായിട്ട് വിശദീകരിച്ചത് കാണാം. 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. 124, 125 സൂക്തങ്ങളിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. 3000 മലക്കുകളാക്കിയും പിന്നീട് അത് 5000 ആക്കിയും സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല, മലക്കുകളുടെ അംഗസംഖ്യയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചുവെന്ന് അല്ലാഹു തആല സൂറത്ത് ആല ഇംറാനിൽ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് പ്രത്യേകമായി നിർദ്ദേശം നൽകുകയാണ്. വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലേക്ക് ചെന്ന് അവരോട് നിങ്ങൾ സന്ദേശം അറിയിക്കണം, അന്നീ മഅക്കും ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികത്തി അന്നീ മഅക്കും ഫസബ്ബിതു الذين آمنوا سألقي في قلوب الذين كفروا الرعب فضربوا فوق الأعناق وضربوا منهم كل بنان. സൂറത്തുൽ അംഫാലിന്റെ 12-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് കാണാം. മലക്കുകൾക്ക് അല്ലാഹു തആല നിർദ്ദേശം നൽകുകയാണ്, വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ചെന്ന് അല്ലാഹു നിങ്ങളോടൊപ്പം അവരുടെ സഹായമുണ്ടെന്നും അതുകൊണ്ട് ധൈര്യമായി അടിയുറച്ച് നിൽക്കണമെന്നും അവരോട് സന്ദേശം അറിയിക്കാനും അതോടൊപ്പം സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നാം അതിശക്തമായിട്ടുള്ള ഭയം വിശ്വാസികളെക്കുറിച്ച് ഇട്ടുകൊടുക്കാൻ പോകുന്നുണ്ടെന്നും അതോടൊപ്പം അവരുടെ ശരീരത്തിൽ നിങ്ങൾ വെട്ടുകയും അവരുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അപകടങ്ങൾ വരുത്താൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചുകൊണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിക്കുകയുണ്ടായി. യുദ്ധങ്ങളിൽ നേരിട്ട് യുദ്ധം ചെയ്തത് ബദറിൽ മാത്രമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു പല യുദ്ധങ്ങളിലും മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെ സഹായികളായി നിന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ ആളുകളെ വെട്ടുകയോ അല്ലെങ്കിൽ അവരെ നേരിട്ട് യുദ്ധം നയിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അബൂജഹലിന്റെ കൂടെ അവന് അതിശക്തമായിട്ടുള്ള അഹങ്കാരം വർദ്ധിപ്പിക്കാൻ പറ്റും വിധത്തിൽ സഹായം ചെയ്തുകൊണ്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ടും സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട്, നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസി വ ഇന്നി ജാറുൽ ലക്കും, ഇന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞാനുണ്ട്, എന്റെ ആളുകളുമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഇന്ന് പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞ് അബൂജഹലിന് അഹങ്കാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിന്നിരുന്ന ബനൂ മുദ്ലിജ് ഗോത്രത്തിലെ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലത്തിൽ വന്ന ഇബ്ലീസും അവന്റെ ആളുകളും റെഡിയായി നിൽക്കുമ്പോഴാണ് മലക്കുകൾ ഇങ്ങനെ അണിയായി സഫായി ഇറങ്ങുന്നത്, ലാൻഡ് ചെയ്യുന്നത്, ബദറിൽ ലാൻഡ് ചെയ്യുന്നത് ഇബ്ലീസ് കാണുന്നത്. അത് കണ്ടതോടുകൂടി അവൻ പറഞ്ഞു, ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ
വല്ലാഹു ശദീദുൽ ഇഖാബ്. അല്ലാഹു തആല അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തടിയെടുക്കുകയാണ് എന്ന് പറഞ്ഞ് നിർണായക ഘട്ടത്തിൽ അബൂജഹലിനെ പാലം വലിച്ച് പണിതു പോയ ആ ചരിത്രം കൂടി ഈ ബദറിന്റെ രംഗത്ത് രസകരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു. അതിശക്തമായിട്ടുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടി വരുമ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ യുദ്ധത്തിന്റെ രംഗങ്ങൾ വിവരിക്കുന്നിടത്ത് കാണാം, ആ സംഘത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായി വന്ന് യുദ്ധത്തിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണം നടത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ആ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി ചരൽക്കല്ല് തന്റെ കൈകൊണ്ട് വാരിയെടുത്ത് ആ ശത്രുക്കളുടെ നേരെ നോക്കി ഷാഹത്തിൽ വുജൂഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ചരൽക്കല്ല് അവരുടെ നേരെ എറിഞ്ഞു. അത് എറിഞ്ഞപ്പോൾ എന്നിട്ട് നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോരാട്ടത്തിന്റെ രംഗത്ത്, യുദ്ധത്തിന്റെ രംഗത്ത് മുന്നേറുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ഏറ് നടന്നപ്പോൾ ഓരോ മുശ്രിക്കിന്റെയും കണ്ണിൽ ആ കല്ലിന്റെ അംശങ്ങൾ ചെന്ന് വീഴുകയും ഒരല്പസമയത്തേക്ക് അവർക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ നിമിഷങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്താനും ശത്രുക്കളെ തടവുപുള്ളികളാക്കി പിടിക്കാനും ചിലരെ കൊന്നുകളയാനുമുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അംഫാലിന്റെ 17ാമത്തെ ആയത്തിൽ വിശദീകരിച്ചില്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി നിമിഷനേരം കൊണ്ട് വലിയ സഹായം വിശ്വാസികൾക്ക് നൽകി. അതോടുകൂടെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് 70 പേർ കൊല്ലപ്പെടുകയും 70 ആളുകളെ തടവുപുള്ളികളാക്കി മുസ്ലിങ്ങൾ പിടിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉത്ബത്ത്, ഷൈബത്ത്, അബൂജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ്, സുൽഖത്ത് ബിൻ അസ്വദ് തുടങ്ങി കേമന്മാരായിട്ടുള്ള ലീഡേഴ്സ് തന്നെ ആ കൂട്ടത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ തടവുപുള്ളികളാക്കി പിടിക്കപ്പെട്ട കൂട്ടത്തിലും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്, നദർ ബിൻ ഹാരിസ്, അംറു ബിൻ അബീ സുഫിയാൻ, വലീദ് ബിൻ വലീദ് തുടങ്ങിയിട്ടുള്ള കേമന്മാരായ ഖുറൈശികളിലെ പ്രമുഖന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട പിന്നീട് ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെടാണല്ലോ. പിന്നെ ഇവരുടെ ഡെഡ് ബോഡി എടുക്കാൻ പോലും ആരെയും കിട്ടാനില്ല. ആ വിധത്തിൽ മുസ്ലിമീങ്ങൾ തന്നെ അവരുടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെയൊക്കെ ഡെഡ് ബോഡി ഖലീബ് പൊട്ടക്കിണറ്റിലും അതേപോലെ പരിസരത്തുമൊക്കെ സംസ്കരിക്കുന്ന രീതി സ്വീകരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ യുദ്ധം അവസാനിച്ചു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആവേശകരമായ വിജയവും ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നാണം കെട്ട തോൽവിയും സമ്മാനിച്ചുകൊണ്ട് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായകമായിട്ടുള്ള യുദ്ധം. ഒരിക്കലും തന്നെ ഒരു വിജയത്തിന്റെ മാനദണ്ഡം ആൾബലമല്ല, വിജയത്തിന്റെ മാനദണ്ഡം ആയുധബലമല്ല. ഭൗതിക സംവിധാനങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും ഭദ്രമായാലും അല്ലാഹു ആകുന്ന യജമാനന്റെ സംരക്ഷണവും അവന്റെ സഹായവും ലഭിച്ചില്ലെങ്കിൽ അതെല്ലാം വാസ്തവത്തിൽ വെറും കുമിള പോലെ പൊട്ടി തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കൃത്യമായി മനുഷ്യന് ബോധ്യപ്പെടുത്താനും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ പറ്റും വിധത്തിലേക്ക് മനുഷ്യൻ ആത്മീയമായി ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറുന്ന രീതി സ്വീകരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്താലേ ആത്യന്തികമായി വിജയമുണ്ടാവുകയുള്ളൂ എന്നതിനാവശ്യമായ കൃത്യമായ പാഠം അല്ലാഹു തആല ബദറിൽ നൽകുകയാണ്. 300 ചില്ലാനും വരുന്ന നിരായുധരായിട്ടുള്ള മുസ്ലിമീങ്ങൾ, 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ശത്രു സമൂഹത്തെ ഇவ்விധം നിലം പരിശാക്കിയെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ സഹായം വിശ്വാസികളോടൊപ്പമായിരുന്നു. വിശ്വാസികൾക്ക് പക്ഷേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികളുണ്ട്, ചില മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങൾ സാംശീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. അതിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് വിജയിച്ചു. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള കറകളഞ്ഞ മഹബത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ശൈലി, ക്ഷമയും അതോടൊപ്പം തന്നെ അർപ്പണബോധവും കൈമുതലാക്കിയുള്ള ജീവിതം, അള്ളാഹുവും അവന്റെ റസൂലും എന്താണോ പറയുന്നത് അത് നടപ്പാക്കാൻ കൃത്യമായി നിലക്കൊള്ളുമെന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. ആ ക്വാളിറ്റി ശരിക്കും നിലനിർത്തി ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവരെ സഹായിച്ചു. ഭൗതിക സംവിധാനങ്ങളെല്ലാം എതിരായിട്ടും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ ആത്മീയ സഹായം മുഖേന വലിയ വിജയത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ശത്രുക്കൾ തോറ്റോടിയെന്ന് മാത്രമല്ല, ഓടുന്നിടത്ത് പുല്ല് മുളക്കാത്ത വിധത്തിലുള്ള ഓട്ടമെന്ന് സാധാരണ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അவ்விധത്തിലാണ് ബാക്കിയുള്ള ആളുകൾ ഓടി രക്ഷപ്പെട്ടത്.
അങ്ങനെ യുദ്ധം അവസാനിച്ചു. ശത്രുക്കളുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിൽ അവർ മുഴുവനും സ്ഥലം കാലിയാക്കി. അല്ലാത്തവർ മരിച്ചും അതേപോലെ മുസ്ലിമുകൾ തടവുപുള്ളികളാക്കി പിടിച്ചും അവര് ബാക്കിയുള്ള ആളുകളുടെ ചരിത്രവും ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം സാധാരണ ഒരു യുദ്ധം അവസാനിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പൊതുരീതിയുണ്ട്. യുദ്ധം കഴിഞ്ഞിടത്ത് തന്നെ 3 ദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കും. ആ 3 രാത്രികൾ അവിടെ താമസിക്കുന്നത് എന്തിനാണ്? അവർ തങ്ങളുടെ കൂടെയുള്ള വാഹനങ്ങൾക്ക് ഒരു ആശ്വാസത്തിന്, അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച സഹാബത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ലഭിക്കുന്നതിന്, അതോടൊപ്പം വിജയം സത്യത്തിന്റെ പക്ഷത്തും മുസ്ലിമീങ്ങളുടെ പക്ഷത്തുമാണെന്ന് ഒരിക്കൽ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കളുടെ മനസ്സിലേക്ക് ബോധ്യമുണ്ടാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും യുദ്ധം കഴിഞ്ഞ് ഉടനെ തടിയെടുത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരു വരവ് വന്നേനെ എന്ന് ശത്രുക്കൾക്ക് പിന്നീട് പറയാനുള്ള അവസരമില്ലാതാക്കാൻ, ഇനിയും ആരെങ്കിലും യുദ്ധത്തിന് വരുന്നുണ്ടെങ്കിൽ വന്നോളൂ, നിങ്ങളുമായി മുട്ടാൻ ഞങ്ങൾ റെഡിയാണ് എന്ന ഒരു ശക്തമായിട്ടുള്ള ധൈര്യത്തിന്റെ പ്രഖ്യാപനം നടത്താൻ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇவ்விதം 3 ദിനം അവിടെ താമസിക്കുക. അതോടൊപ്പം തന്നെ ആ യുദ്ധം നടന്ന മണ്ണ്, ആ മണ്ണിൽ നേരത്തെ അക്രമകാരികളായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള കുഫറിന്റെയും ഷിർക്കിന്റെയും ആശയങ്ങൾ കൊണ്ട് മലീമസമായ ആ സംവിധാനങ്ങൾ നിലനിർത്താൻ പടപൊരുതിയിട്ടുള്ള ആളുകളുടെ വിവരക്കേടിന്റെ അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള ഒരു ശൈലിയുടെ സാഹചര്യങ്ങളൊക്കെ നടന്ന ആ മണ്ണ് വിശ്വാസികളുടെ ഇബാദത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തി ഒരു 3 ദിവസം അവിടെ കഴിച്ചുകൂട്ടുക എന്ന രീതി കൂടി അവിടെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 3 ദിവസം ബദറിൽ താമസിച്ച് അവിടുന്ന് റസൂലുള്ളാഹിയും സഹാബത്തും മദീനയിലേക്ക് മടങ്ങുന്ന നേരത്ത് ഈ ഖലീബ് പൊട്ടക്കിണറിൽ ഖുറൈശികളുടെ കൂട്ടത്തിലെ കേമന്മാരെ അടക്കിയിട്ടുള്ള സ്ഥലത്ത് വന്ന് അള്ളാഹുവിന്റെ റസൂല് അവരെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും അയാളുടെ വാപ്പാന്റെ പേരും ചേർത്ത് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യസുറുക്കും അന്നക്കും അതാഅതുമുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അത് നിങ്ങൾക്ക് സന്തോഷം നൽകുമായിരുന്നു എന്ന് ഇപ്പൊ ബോധ്യം വരുന്നില്ലേ? ഫഇന്നാ ഖദ് വജദനാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ, ഞങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് സത്യമായി പുലർന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഫഹൽ വജദതും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, നിങ്ങളോട് നിങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്ത പരാജയത്തിന്റെ ആ കയ്പുനീര് അത് വരുമെന്ന ആ യാഥാർത്ഥ്യം സത്യമായി നിങ്ങൾക്കും അനുഭവിച്ചില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചുപോയവരോട് സംസാരിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിച്ചു, നബിയെ കൈഫ തുകല്ലിമു അജ്സാദൻ ലാ അർവാഹ ഫിഹാ, ആത്മാക്കളില്ലാത്ത ശരീരങ്ങളോട് തങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന്. നബി തങ്ങളുടെ മറുപടി മരിച്ചോര് കേൾക്കൂല എന്നല്ല, മറിച്ച് മാൻതും ബി അസ്മാഇ മാ അഖൂലു മിൻഹും, നിങ്ങൾക്ക് അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. പക്ഷേ ഗൈറ അന്നഹും ലാ യസ്തതിഊന അൻ യറുദ്ദു അലയ്യ ശൈഅ, അതിന് പ്രത്യഭിവാദ്യം ചെയ്യാനോ മറുപടി പറയാനോ അവർക്ക് സാധിക്കുന്നില്ല. അവരതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം അവർ കേൾക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ സഹീഹിന്റെ 3976 നമ്പർ ഹദീസായിട്ട് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദറിൽ നിന്ന് തിരിച്ചു വരുമ്പോ നോക്കൂ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളിൽ നിന്ന് 14 പേരാണ് യുദ്ധത്തിൽ രക്തസാക്ഷികളായത്. ബഹുമാനപ്പെട്ട മുഹാജിറുകളിൽ നിന്ന് 6 പേരും അൻസാറുകളിൽ നിന്ന് 8 പേരും. മുഹാജിറുകളിലുള്ള ആ 6 പേർ ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, ദുശ്ശിമാലൈനി ഉമൈർ ബിൻ അബ്ദി അംരിൻ അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു, ആഖിൽ ബിൻ ബുക്കൈർ റളിയല്ലാഹു അൻഹു, മെഹജഅ ബിൻ സാലിഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു നേരത്തെ, പിന്നീട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിയായ മെഹജഅ ബിൻ സാലിഹ് റളിയല്ലാഹു അൻഹു. ഈ 6 പേരാണ്. അതുപോലെ സഫ്വാൻ ബിൻ ബൈളാ റളിയല്ലാഹു അൻഹു. ഈ 6 പേരാണ് മുഹാജിറുകളിൽ നിന്ന് രക്തസാക്ഷികളായത്. അൻസാറുകളിൽ നിന്ന് 8 പേരാണ്. സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു, മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, യസീദ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു, റാഫിഅ ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ബിൻ സുറാഖത്ത് റളിയല്ലാഹു അൻഹു, ഔഫ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മുഅദ്ദദ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇതാണ് 8 പേർ. അങ്ങനെ 14 പേര് യുദ്ധത്തിൽ രക്തസാക്ഷികളായി. ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് ലഭിച്ച സമരാർജിത സമ്പത്തിന്റെ ഒരു വിഹിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിലുണ്ട്. ഇനി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ബദറിൽ നിന്ന് യാത്ര പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ബദറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഗനീമത്ത് സ്വത്ത് വിജയത്തിൽ ലഭിച്ച സമരാർജിത സമ്പത്ത്
അത് ഓഹരി ചെയ്യുന്നതിൽ റസൂലുള്ളാഹി ബദറിൽ പങ്കെടുക്കാത്ത ചിലരെ കൂടി പരിഗണിച്ചു. അതാണ് വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ യുദ്ധത്തിൽ ബദറിലേക്ക് റസൂലിന് പുറപ്പെട്ടപ്പോ കൂടെ വരാതിരുന്ന ചില ആളുകൾ. അപ്പൊ നമ്മൾ അസ്മാഉൽ ബദർ ചൊല്ലുമ്പോൾ പേര് പറയുന്നവരുടെ കൂട്ടത്തിൽ ചിലരെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ബദറിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണില്ല. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയായിട്ടുള്ള റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ റുഖിയ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് അതിശക്തമായ രോഗമുള്ളതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ട പരിചരണം നടത്താനും അവിടെ നിൽക്കാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഅ്ബദ് ബിൻ സഅലബത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സുഖമില്ലാത്ത ഉമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം നിന്നതാണ്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മദീനയുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് മദീനത്തേക്ക് റസൂൽ തിരിച്ചു പറഞ്ഞയച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തും റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ മറ്റു നേതൃത്വം നൽകാൻ നേരത്തെ തന്നെ റസൂലുള്ളാഹി മദീനത്ത് നിർത്തിയത്. അതോടൊപ്പം തന്നെയുള്ള കുറെ സഹാബികൾ അങ്ങനെയുണ്ട്, വിവിധ കാരണങ്ങൾ കൊണ്ട് കൂടെ വരാതിരുന്നവർ. അവർക്കൊക്കെ ഈ യുദ്ധത്തിന്റെ പങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിക്കുകയും അവരൊക്കെ ഈ കൂട്ടത്തിൽ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തു എന്ന് കാണാം. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മദീനയിലെ അൻസാരികളുടെ മറ്റൊരു നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ സംബന്ധിച്ചു. സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു ഹസ്റജ് ഗോത്രത്തിലെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനവകൾ. അവർക്ക് പാമ്പ് കടിയേറ്റ് വിഷം തീണ്ടിയ കാരണത്താൽ മദീനയിൽ തന്നെ നിൽക്കേണ്ടി വന്നതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ളതുപോലത്തെ മഹത്വവും പ്രഖ്യാപിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ആ യുദ്ധത്തിൽ സംബന്ധിക്കാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ അബൂലഹബ്. നേരത്തെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അയാൾക്ക് അസുഖമായതുകൊണ്ട് അദ്ദേഹം പകരം ഒരാളെ നിശ്ചയിച്ചു കൊടുത്തു എന്ന്. എന്നാൽ ആ അബൂലഹബ് യുദ്ധത്തിൽ മക്കയുടേതായിട്ടുള്ള തിരിച്ചടിയുടെ വാർത്ത അത് മക്കയിലെത്തിയപ്പോ മക്കത്താൽ വല്ലാത്ത പരിഭ്രമം പരന്നു, വല്ലാത്ത നാണക്കേടുണ്ടായി. സ്ത്രീകൾ മുടിമുറിച്ച് ദുഃഖം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അതേപോലെ ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ അറുത്ത് കളയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി എന്തിന് ജീവിക്കണം എന്നൊരവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് മാറുകയാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ ആ സമയത്താണ് അബൂ സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്ന് അബൂലഹബിന്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പൊ ആളുകൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അബൂലഹബ് ചോദിച്ചു, അല്ല സഹോദര, എന്താണ് ഉണ്ടായത്, ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന്. അബൂ സുഫിയാൻ വല്ലാതെ നിരാശയോടുകൂടെ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മളെ സമൂഹം അവരവരുടെ കഴുത്ത് കത്തിയും വാസ്തവത്തിൽ ശത്രുക്കൾക്ക് അഥവാ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾക്ക് അവരുദ്ദേശിക്കുന്ന വിധത്തിൽ അർക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരുദ്ദേശിക്കുന്നത് പോലെ നമ്മളെ ആളുകളെ പിടിച്ചുകൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കുക ചെയ്തത്. ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ ജനങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വളരെ പ്രത്യേകമായിട്ട് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ പ്രത്യേകമായിട്ടുള്ള ചില ആളുകളുടെ രംഗപ്രവേശനം നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നുവെന്ന്. ആ സമയത്ത് നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് എന്നവർ, റസൂലുള്ളാഹിന്റെ പിതൃവ്യനായിട്ടുള്ള അബ്ബാസ് എന്നവരുടെ അടിമയായിരുന്ന അബൂ റാഫിഅ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തിൽക വല്ലാഹിൽ മലായിക, അത് മലക്കുകളാണ്, മറ്റാരുമല്ല. ഇത് പക്ഷെ അബൂലഹബിന് ഇഷ്ടപ്പെട്ടില്ല. അബൂലഹബ് അദ്ദേഹത്തെ ശക്തമായിട്ട് അടിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുറത്ത് കയറി അയാളെ ഉപദ്രവിക്കുന്ന അവസ്ഥ സ്വീകരിച്ചു. അപ്പൊ അബൂ റാഫി എന്ന് പറഞ്ഞ ആളാണെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ അടിക്കുന്നത് കണ്ടപ്പോ അബ്ബാസ് എന്നവരുടെ ഭാര്യ ഉമ്മുൽ ഫضൽ വന്ന് ഈ അബൂലഹബിനെ നന്നായിട്ടൊന്ന് അടിച്ചു. ആ അടി കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ ശക്തമായ മുറിവുണ്ടായി. അതോടുകൂടെ അബൂലഹബ് നിന്ദ്യനായി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും പിന്നീട് 7 ദിവസം മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. ആ 7 ദിവസം ജീവിക്കുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് ഈ ചൊള്ള പോലുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു രോഗം ബാധിക്കുകയും അക്കാലം കൊണ്ട് അയാൾ മരിക്കുകയും ചെയ്തു. മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ കൂടെ ഉണ്ടായിട്ടും അവരദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കാനോ അതിനെ സംസ്കരിക്കാനോ പോലും ധൈര്യം കാണിച്ചില്ല. കാരണം ഈ പകർച്ചവ്യാധി ഇവരിലേക്ക് പകരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. അങ്ങനെ നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോ ഖുറൈശികളിൽപ്പെട്ട ഒരാൾ വന്ന് ഈ മക്കളെ ശകാരിക്കുകയും ഞാനും കൂടെ കൂടാം, എന്തെങ്കിലും ചെയ്തത് മറക്കണല്ലോ എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് വെള്ളമൊഴിച്ച് അവര് അദ്ദേഹത്തെ ഒരു മതിലിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച്
അതിന്റെ മുകളിൽ പ്രത്യേകം കല്ലുകൊണ്ട്, അത് കുഴി കുഴിക്കാനൊന്നും നേരല്ല, അതുകൊണ്ട് കല്ലുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ മറക്കുന്ന രീതി സ്വീകരിച്ചു. അങ്ങേറ്റം പരാജിതനായ അബൂലഹബിന്റെ അന്ത്യം ഇவ்விதം നാണം കെട്ട രീതിയിലായിരുന്നു. കാരണം ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ കൈകൾ അഥവാ അബൂലഹബ് തന്നെ നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പുലർച്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ബദറിൽ നിന്ന് ആ നാട്ടിലേക്ക് മദീനയിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.